ഒരു വ്യാഴവട്ടം കഴിഞ്ഞിട്ടും മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിന് സ്വന്തമായി കെട്ടിടമില്ല. രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിലെ ഓഫീസിലേക്ക് ഭിന്നശേഷിക്കാരടക്കം എത്തുന്നത് വളരെ പ്രയാസപ്പെട്ടാണ്. താലൂക്ക് ആസ്ഥാനമായി മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി ഉൾപ്പെടെ ലഭ്യമാണെങ്കിലും ഭൂമി ഏറ്റെടുക്കുന്നതിലടക്കം ഇനിയും നടപടികളായിട്ടില്ല. വിശാലമായ ഭൂപ്രദേശത്തെ ജനങ്ങൾക്ക് വേഗത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഭരണസൗകര്യാർത്ഥവുമാണ് ഉമ്മൻചാണ്ടി സർക്കാർ പുതിയ താലൂക്കുകൾ 2013 പ്രഖ്യാപിച്ചത്. അങ്ങനെ 2014 മാർച്ച് 20 പ്രവർത്തനം ആരംഭിച്ചതാണ് മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ്. എത്രയും വേഗം സ്വന്തം കെട്ടിടമുയരുമെന്ന പ്രഖ്യാപനം ആദ്യമുണ്ടായെങ്കിലും തുടക്കത്തിലെ ആവേശം പിന്നീട് കണ്ടില്ല. ഉപ്പള ടൗണിൽ വാടക കെട്ടിടത്തിൽ താഴത്തെ നിലയിലായിരുന്നു ആദ്യം താലൂക്ക് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് ഓഫീസ് മാറിയതല്ലാതെ സ്വന്തം ആസ്ഥാന മന്ദിരമെന്ന സ്വപ്നം തുളുനാട്ടുകാർക്ക് മുന്നിൽ യാഥാർത്ഥ്യമായിട്ടില്ല. വിവിധ സേവനങ്ങൾക്കായി എത്തുന്നവർ 41 പടികൾ ചവിട്ടിക്കയറി തളരുകയാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്. ഇവിടെ സ്റ്റെപ്പ് അടിച്ച് അവിടെ തിരക്കിയിട്ട് കൺഫ്യൂസാണ്. കുറേ സ്റ്റെപ്പൊക്കെ വരണം. ഉള്ളിൽ അതിൻ്റെ ഇതെല്ലാം അത്ര കറക്റ്റില്ല. എങ്ങോട്ട് പോകണം, എങ്ങനെ ഓഫീസെന്ന് പറയുമ്പോൾ ഇത് വേണമല്ലേ, അങ്ങനെ എന്തില്ല വ്യവസ്ഥകളല്ല. ഭയങ്കര ഒരു ഇക്കട്ടിൻ്റെ ഒരു സ്ഥലത്തിലുണ്ടത്. നമുക്ക് സൗകര്യമില്ല. നമുക്ക് ഈ കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിൽ നല്ലൊരു ഓഫീസ് ഞങ്ങൾക്ക് വേണമെന്ന് വരുന്ന ഒരു അപേക്ഷ ഉണ്ട് ഞങ്ങൾക്ക്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ജനങ്ങൾക്കൊപ്പം ജീവനക്കാർക്കും ദുരിതമാകുന്നുണ്ട്. എല്ലാത്തിനും പരിഹാരം സ്വന്തമായി ഒരു മിനി സിവിൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോഴും എവിടെ നിർമ്മിക്കുമെന്നതിൽ ഇനിയും വ്യക്തതയില്ല. താലൂക്ക് ആസ്ഥാന മന്ദിരത്തിനായി മംഗൽപാടിയിൽ ഒരു സ്ഥലം കണ്ടെത്തിയിരുന്നെങ്കിലും അത് തർക്കവിഷയമായി തുടരുന്നു. ഹൊസങ്കടിക്കും ഉപ്പളയ്ക്കുമിടയിൽ വാമഞ്ചൂരിൽ അനുയോജ്യമായ സർക്കാർ ഭൂമി ഉണ്ടെന്നിരിക്കെ അത് ഏറ്റെടുക്കുന്നതിനും നടപടിയായിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ച മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിന് പുതിയ UDF സർക്കാരിന്റെ കാലത്തെങ്കിലും ഒരു ആസ്ഥാന മന്ദിരം വരുമോ എന്നാണ് ഇവിടുത്തുകാർ ചോദിക്കുന്നത്. മഞ്ചേശ്വരത്ത് ദേശീയപാതയോട് ചേർന്ന് സർക്കാർ ഉടമസ്ഥതയിൽ വരുന്ന വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലമാണിത്. ഇതിന് സമീപത്തായി 4 ഏക്കർ ഭൂമി ലഭ്യമാണെന്നിരിക്കെയാണ് താലൂക്ക് ഓഫീസിന് സ്വന്തം കെട്ടിടമെന്ന ആവശ്യത്തിന് മുന്നിൽ അധികൃതർ മുഖം തിരിക്കുന്നത്. പുതിയ സർക്കാരിന്റെ ക്രിയാത്മക ഇടപെടലാണ് തുളുനാട്ടിലെ ജനത ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ വിനോദ് മേലിനൊപ്പം പ്രദീപ് നാരായണൻ, 24.